ഹലോ ആൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേവ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസിലെ ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റും അതുപോലെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഒരു അസൈൻമെന്റ് തന്നിട്ടാണ് ഞാൻ നിർത്തിയത്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് വേറെ വഴിയൊന്നുമില്ല. പക്ഷേ ഐ എം വെരി മച്ച് കംഫർട്ടബിൾ വിത്ത് ദിസ് മോഡ് ഓഫ് ഡെലിവറി. കാരണം നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കുന്നുണ്ട്. കോളേജിലാകുമ്പോൾ ഡ്യൂ ടു ലാക്ക് ഓഫ് ടൈം മുഴുവൻ മേഖലയിലും ടച്ച് ചെയ്ത് പോകാൻ സാധിക്കാറില്ല. പക്ഷെ ഇത് വളരെ വിശദമായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ സിറ്റുവേഷൻസ് ഒക്കെ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് വേവ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ് ആണ് അല്ലേ. ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസും ഡി ബ്രോഗ്ലിയുടെ പ്രൊപ്പോസലും അതുപോലെ ആ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സും പിന്നെ ആ ഡി ബ്രോഗ്ലി വേവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത വേരിയിങ് ക്വാണ്ടിറ്റി ആയ വേവ് ഫംഗ്ഷനെ കുറിച്ചും അതിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയും ഒക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ. അപ്പോൾ അത്രയൊക്കെ പറഞ്ഞു. നമ്മൾ ഇപ്പോഴും ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ഡി ബ്രോഗ്ലിയുടെ പ്രൊപ്പോസൽ എന്നാ പറഞ്ഞേ അല്ലേ. അതൊരു പ്രൊപ്പോസലായി കടന്നാൽ പോരാ, അതിനൊരു കൺഫർമേഷൻ വേണം. അപ്പൊ ഇന്ന് നമുക്ക് ആ കൺഫർമേഷനെ കുറിച്ച് പഠിക്കാം. എങ്ങനെയാണ് പിന്നെ ഈ ഡി ബ്രോഗ്ലി വേവ്സ് ഉണ്ട് അല്ലെങ്കിൽ മാറ്റർ വേവ്സ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തത് എന്ന കാര്യം നമുക്ക് പഠിക്കാം. അപ്പോ ഇത് 1927 ഡേവിസൺ എന്ന് പറഞ്ഞ ഒരാളും അതുപോലെ ജെർമർ എന്ന് പറഞ്ഞ മറ്റൊരാളും പിന്നെ വേറെ ഒരു സ്ഥലത്ത് ഐ തിങ്ക് ഇൻ ലണ്ടൻ അവിടെ GP തോംസൺ എന്ന് പറഞ്ഞ വേറെ ആളും ഇൻഡിപെൻഡന്റ്ലി പ്രൂവ് ചെയ്തതാണ് ഈ ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ്. എന്താണ് ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ്? മാറ്ററിന് വേവ് നേച്ചർ ഉണ്ട്, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു വേവ്സ് ഉണ്ട്, അതിന് വേവ് ലെങ്ത് ഉണ്ട് എന്നാണ് ഹൈപ്പോത്തസിസ്. അപ്പൊ അത് പ്രൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അത് പ്രൂവ് ചെയ്യുന്നത് ജെർമർ എന്ന് പറഞ്ഞ ആളും ഡേവിസൺ എന്ന് പറഞ്ഞ ആളും പിന്നെ GP തോംസൺ എന്ന് പറഞ്ഞ ആളും. ഈ GP തോംസൺ നമ്മുടെ JJ തോംസന്റെ മകനാണ്. JJ തോംസൺ ഇലക്ട്രോൺ കണ്ടെത്തിയ ആള് അല്ലേ. അപ്പൊ ഇലക്ട്രോണിന്റെ ഒരു പാർട്ടിക്കിൾ നേച്ചർ കണ്ടെത്തിയത് JJ തോംസൺ ആണ്. മകൻ എന്ത് ചെയ്തു? അതിന്റെ വേവ് നേച്ചർ പ്രൂവ് ചെയ്തു. അപ്പൊ ഒരു ഫാമിലി ബിസിനസ് ആണ് അവരുടെ അല്ലേ. വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റിയുടെ കച്ചവടമാണ് അവർക്ക്. അങ്ങനെയാണ്. ഇനി കഴിഞ്ഞ ചാപ്റ്ററിൽ കോംപ്റ്റൺ എഫക്റ്റിന് നമുക്ക് ഒരു നോബൽ പ്രൈസ് കിട്ടി. നമ്മൾ രണ്ടാമത്തെ നോബൽ പ്രൈസിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോ ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റ് നോക്കാം. ഈ എക്സ്പെരിമെന്റിന് അന്ന് ഈ പറഞ്ഞ 3 പേർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നോക്കാം. അപ്പൊ ഇവര് ഇലക്ട്രോണിന്റെ സ്കാറ്ററിങ്ങിനെ കുറിച്ച് പഠിക്കുകയായിരുന്നു. ഇലക്ട്രോണിന്റെ സ്കാറ്ററിങ്. ആ എക്സ്പെരിമെന്റിന്റെ സെറ്റപ്പ് എന്ന് പറയാം. എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു ഇലക്ട്രോൺ സോഴ്സ് ഉണ്ട്, ഇലക്ട്രോൺ വരുന്ന ഒരു സോഴ്സ് ഉണ്ട്, ഇലക്ട്രോൺ ഗൺ എന്നൊക്കെ പറയാം. അതിൽ നിന്ന് ഇലക്ട്രോൺ വരുന്നുണ്ട്. അതൊരു മെറ്റൽ സർഫസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു മെറ്റൽ സർഫസ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഹിറ്റ് ചെയ്ത് അത് സ്കാറ്റർ ചെയ്ത് ഇങ്ങനെ പോവാണ്. ഓക്കെ, ഇവിടെ ഇലക്ട്രോൺസ് വരുന്നു. ഇത് ഇലക്ട്രോൺ ഗൺ അല്ലെങ്കിൽ ഇലക്ട്രോൺ സോഴ്സ് എന്ന് പറയാം. അത് വരുന്നു. ഇവിടെ അവരുപയോഗിച്ചത് നിക്കൽ എന്ന് പറഞ്ഞ മെറ്റലാണ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മെറ്റൽ അല്ലേ. ഇനി ഇവിടെ എന്തുണ്ട്? ഇതിന്റെ ഇന്റൻസിറ്റി ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡിറ്റക്ടറും വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ സെറ്റ്. ഇത് ഡിറ്റക്ടർ ആണ്. ഇത് മെറ്റൽ സർഫസ് ആണ്, ഇത് മെറ്റാലിക് ബ്ലോക്ക് ആണ്, ഇത് ഇലക്ട്രോൺ ഗണ്ണാണ്. ഇങ്ങനെയാണ്. ഇനി ഈ ആംഗിൾ ആണ് നമ്മൾ സ്കാറ്ററിംഗ് ആംഗിൾ എന്ന് പറയാം. ഓക്കെ, സ്കാറ്ററിംഗ് ആംഗിൾ എന്ന് പറയാം. ഇവർ ഈ എക്സ്പെരിമെന്റ് പഠിക്കരുത്. എന്താ എക്സ്പെരിമെന്റ് പഠിച്ചിരുന്നത്? മെറ്റാലിക് സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു പഠനം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഇത് അവർ ചെയ്യുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഒരു എക്സ്പെരിമെന്റ് ആണ്, അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റേണ്ട ഒരു എക്സ്പെരിമെന്റ് ആണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഈ ഇലക്ട്രോണിന്റെ എനർജി ഉണ്ടല്ലോ, അത് കൂട്ടാം കുറക്കാം. അതുപോലെ നമുക്ക് ഈ ഡിറ്റക്ടറിന്റെ പൊസിഷൻ മാറ്റാം. അതുപോലെ സ്കാറ്ററിംഗ് ആംഗിൾ നമുക്ക് മാറ്റാം. അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അതിനിടക്ക് ഇവിടെ ഈ ഡിഫ്രാക്ഷൻ, ഇവിടെ സ്കാറ്റർ ചെയ്ത ഇലക്ട്രോൺസിന്റെ ഇന്റൻസിറ്റി ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഈ സ്കാറ്റർ ചെയ്ത ഇലക്ട്രോൺസിന്റെ ഇന്റൻസിറ്റി ഇലക്ട്രോൺസിന്റെ എനർജിയുമായിട്ടും അതുപോലെ സ്കാറ്ററിംഗ് ആംഗിളുമായിട്ടും വലിയ ബന്ധമൊന്നുമില്ല. അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ മെക്കാനിക്സ്, ദ ഇന്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് അല്ലെങ്കിൽ ഈസ് ഓൾമോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് the energy of incident electron and the scattering angle. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇവരിതിങ്ങനെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അവർക്കൊരു ചെറിയ ആക്സിഡന്റ് പറ്റി, ഒരു അബദ്ധം പറ്റി. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ എക്സ്പെരിമെന്റൽ അപ്പാരറ്റസിന്റെ
ഇടയിലേക്ക് ചെറിയ എയർ പാസേജ് ഉണ്ടായി, എയർ കയറി. അങ്ങനെ എയർ കയറിയപ്പോ ഈ നിക്കൽ സർഫസ്, നിക്കലിന്റെ എന്താ പറയാ എക്സാക്ട് പ്രോപ്പർട്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട് അവര് ഇത് എന്താ പറയാ വാക്യൂം ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ എയർ ഫ്രീ റീജിയനിലാണ് ഈ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ എയർ കയറിയപ്പോൾ ഈ നിക്കൽ എന്ത് ചെയ്തു, ഓക്സിഡൈസ് ആയി. നിക്കലിന് പുറത്ത് ഓക്സിജൻ കോട്ടിംഗ് വന്നു. അപ്പൊ ഈ ഓക്സിജൻ കോട്ടിംഗ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, ഒരു ഹോട്ട് ഓവനിൽ ഇത് ചൂടാക്കി. അതിന്റെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ഓക്സിജൻ കണ്ടന്റ് റെഡ്യൂസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അവര് ഒരു ഹോട്ട് ഓവൻ വെച്ചിട്ട് അത് ചൂടാക്കി. ചൂടാക്കിയതിനു ശേഷം വീണ്ടും ഇവര് കൊണ്ടുവന്നിട്ട് ദേ സ്റ്റാർട്ട് മെഷറിംഗ് ഇറ്റ് അഗൈൻ, അല്ലെ? ആ പിന്നെ എക്സ്പെരിമെന്റ് വീണ്ടും കണ്ടക്ട് ചെയ്തു. അങ്ങനെ കണ്ടക്ട് ചെയ്തപ്പോ അവർക്ക് മുമ്പുണ്ടായിരുന്ന ഒബ്സർവേഷന് വളരെ വിരുദ്ധമായ ഒബ്സർവേഷൻസ് കാണാൻ സാധിച്ചു. എങ്ങനെയാന്ന് ചോദിച്ചാല് ഇവിടെ ഇന്റൻസിറ്റിയിൽ കാര്യമായ വേരിയേഷൻസ് ഉണ്ട്. ഇന്റൻസിറ്റി ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ അല്ല, പകരം ഡിസ്ക്രീറ്റ് ആയിട്ട് ഓരോ പീക്കായിട്ടും ഒക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഇന്റൻസിറ്റി ഒരു പാറ്റേൺ ഉണ്ടായി, ഒരു ബ്രൈറ്റ് സ്പോട്ട്, ഒരു ഡാർക്ക് സ്പോട്ട്, ഒരു ബ്രൈറ്റ് സ്പോട്ട്, ഒരു ഡാർക്ക് സ്പോട്ട്, അങ്ങനെ ആൾട്ടർനേറ്റീവ് പാറ്റേൺസ് ഇന്റൻസിറ്റിയിൽ കാണാൻ സാധിച്ചു. അവർ ആദ്യം കണ്ടിരുന്നത് എന്തായിരുന്നു, ഇന്റൻസിറ്റി ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. പക്ഷെ ഇത് ചെയ്തതിനു ശേഷം ഒരു ഡിസ്ക്രീറ്റ് പാറ്റേൺസ് അതിൽ കാണാൻ സാധിച്ചു, ഇന്റൻസിറ്റിയിൽ കാര്യമായ വേരിയേഷൻ കാണാൻ സാധിച്ചു. അതുപോലെ ആ പാറ്റേൺസ്, ആ ഇന്റൻസിറ്റിയിലുള്ള ഡിസ്ട്രിബ്യൂഷനിലുള്ള പാറ്റേൺസ് ഇലക്ട്രോണിന്റെ എനർജിക്ക് അനുസരിച്ചും അതുപോലെ സ്കാറ്ററിംഗ് ആംഗിളിനനുസരിച്ചൊക്കെ മാറാൻ തുടങ്ങി, അല്ലേ? അപ്പൊ ഒരു രണ്ട് കാര്യത്തിലാണ് ഇവർക്ക് സംശയം ഉണ്ടായിരുന്നത്. ഒന്ന്, എന്തുകൊണ്ട് അങ്ങനെ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ ഒരു വേരിയേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ എഫക്റ്റ് ഉണ്ടായി. രണ്ടാമത്തെ കാര്യം, ഇത് ചൂടാക്കിയപ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ ഈ ഒരു ഒബ്സർവേഷൻ കണ്ടെത്തിയത്. അതെന്താണെന്നില്ല. അങ്ങനെ രണ്ട് ചോദ്യങ്ങളാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അവര് പ്രപ്പോസ് ചെയ്തു, ഇവിടെ ഇലക്ട്രോൺസ് വേവ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇലക്ട്രോൺസ് അവിടെ പാർട്ടിക്കിൾസ് ആയിട്ടല്ല, അവിടെ ഇലക്ട്രോൺസ് വേവ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് എന്ന് അവർ പ്രപ്പോസ് ചെയ്തു, അല്ലേ? അങ്ങനെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ അങ്ങനെയായിരുന്നു അവരുടെ പ്രപ്പോസല്. അതിന് സ്ട്രോങ് ബേസിസ് ഉണ്ടാവാൻ കാരണമായത് മറ്റൊരു കണ്ടെത്തലായിരുന്നു. നിക്കൽ എന്ന് പറഞ്ഞ ഈ മെറ്റൽ സർഫസ്, മെറ്റൽ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അതിന്റെ ക്രിസ്റ്റൽ ലാറ്റിസ് ഓർഡർ ആവും. സാധാരണ റൂം ടെമ്പറേച്ചറിലൊക്കെ ക്രിസ്റ്റൽ ലാറ്റിസ് ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് ഇറഗുലർ ആയിട്ട് കിടക്കും. പക്ഷെ ചൂടാക്കി കഴിഞ്ഞാൽ അത് പ്രോപ്പർ അലൈൻമെന്റ് വരും. അതുകൊണ്ട് ആറ്റോമിക് ലെയറുകൾ വളരെ സ്മൂത്ത് ആയിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പൊ ഇവർ പറഞ്ഞു ഇലക്ട്രോൺസ് പോയിട്ട് ഈ ആറ്റോമിക് ലെയറിൽ, നിക്കലിലുള്ള ആറ്റോമിക് ലെയറിൽ ഇൻസിഡന്റ് ചെയ്ത് അവിടുന്ന് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഉള്ള പല ലെയറുകളിൽ നിന്നും റിഫ്ലക്ട് ചെയ്യുന്ന വേവ്സ് ഇന്റർഫിയർ ചെയ്തിട്ടാണ് അവിടെ ഈ പാറ്റേൺസ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അവിടെ ഡൈഫ്രാക്ഷൻ ഉണ്ടായിരുന്നത്, ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ ഡൈഫ്രാക്ഷൻ എന്ന് പറയാം. ഓക്കെ, അവിടെ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ഒബ്സർവ് ചെയ്തു. അപ്പൊ എങ്ങനെയാ പറഞ്ഞേ, അവിടെ ആ നിക്കൽ എന്ന് പറഞ്ഞ മെറ്റാലിക് സർഫസിന് പല ലെയറുകളുണ്ട്, ആറ്റോമിക് ലെയറുകളുണ്ട്. ആ ലെയറിൽ നിന്നും ഇൻസിഡന്റ് റേഡിയേഷൻ വന്നിട്ട് എന്ത് ചെയ്തു, അത് പുറത്തേക്ക്, ഇൻസിഡന്റ് റേഡിയേഷൻ അല്ല, ഇൻസിഡന്റ് ഇലക്ട്രോൺസ് വന്നിട്ട് എന്ത് ചെയ്തു, അവിടെ ഇൻസിഡന്റ് ചെയ്ത് റിഫ്ലക്ട് ചെയ്തു. അങ്ങനെ ഈ ഒരു ലെയറും ഇവിടെ ഒരു ലെയർ ഉണ്ട് തരുക, അങ്ങനെ മൾട്ടിപ്പിൾ ലെയേഴ്സ് നിന്നും റിഫ്ലക്ട് ചെയ്ത് വന്ന ആളുകൾ തമ്മിൽ കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട്, ഉണ്ടായി അവിടെ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ഉണ്ടായി. ഓക്കെ, അങ്ങനെ പ്രപ്പോസ് ചെയ്തു. അപ്പോ അവിടെ ഇലക്ട്രോൺസിന് വേവ് നേച്ചർ ഉണ്ട്, ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞ പാർട്ടിക്കിൾസിന് വേവ് നേച്ചർ ഉണ്ട് എന്നുള്ളൊരു പ്രപ്പോസൽ അവിടെ വന്നു. പിന്നെ ശേഷം അത് അവര് പ്രൂവ് ചെയ്യണം. അങ്ങനെ അവര് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, മുമ്പേ ഇതുപോലെ ക്രിസ്റ്റൽ ലാറ്റിസ് നിന്നുള്ള അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഡിഫ്രാക്ഷൻ പഠിച്ച ബ്രാഗ്സ് ഇക്വേഷനുമായിട്ട് ഇവർക്ക് എന്ത് വേണം, പൊരുത്തം വേണം, അല്ലെ? അത് രണ്ടും സെയിം ആണ്. നിങ്ങൾ എക്സ്റേ ഡിഫ്രാക്ഷൻ ബ്രാഗ്സ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചതാണ്, അല്ലെ? n ലാംഡ ഈക്വൽ ടു 2d സൈൻ തീറ്റ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? n ഓർഡർ ഓഫ് ഡിഫ്രാക്ഷൻ, ലാംഡ വേവ്ലെങ്ത്, d സെപ്പറേഷൻ ബിറ്റ്വീൻ ദി ലെയേഴ്സ്, അല്ലെ? രണ്ട് മെറ്റൽ ക്രിസ്റ്റൽ ലെയേഴ്സ് തമ്മിലുള്ള സെപ്പറേഷൻ ആണ് d, അതുപോലെ തീറ്റയുടെ ആംഗിൾ, അല്ലെ? അപ്പോ ഈ ഇക്വേഷനിൽ നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ അവിടെ രണ്ടുപേരുടെയും ഒബ്സർവേഷൻസ് കറക്റ്റ് ആവണം, അല്ലെ? അപ്പൊ ബ്രാഗ് എങ്ങനെയാ ചെയ്തേ, എക്സ്റേ വെച്ചിട്ട് പിന്നെ ക്രിസ്റ്റലിലെ ലാറ്റിസിലൂടെ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ഉണ്ടാക്കി. ഓക്കെ, ആ കൺസെപ്റ്റ് ക്ലിയർ ആവണ്ടോ? എന്തുണ്ട്, മെറ്റാലിക് സർഫസ് ഉണ്ട്, അതിന് പല ആറ്റോമിക് ലേയേഴ്സ് ഉണ്ട്, അല്ലെ? ഇതുപോലെ കുറെ ലേയേഴ്സ് ഉണ്ട്, അല്ലെ? ഇനി അവിടുന്ന് ഇൻസിഡന്റ് ചെയ്ത ആൾ ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് വരുക, ഇവിടുന്ന് വേറൊരാൾ റിഫ്ലക്ട് ചെയ്ത് വരുക, ഇവര് തമ്മിൽ, അതുപോലെ ഇവിടുന്ന് വേറെ ലെയറിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത ഇവര് തമ്മിൽ ഇന്റർഫിയർ ചെയ്തിട്ടാണ് ഈ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ഉണ്ടാകുന്നത്, അല്ലെ?
അപ്പൊ ബ്രാഗ് അത് ചെയ്തത് എങ്ങനെയായിരുന്നു? എക്സ്റേ വെച്ചിട്ടായിരുന്നു. എക്സ് റേഡിയേഷൻസ് അത് വന്ന് ഈ പറഞ്ഞ ക്രിസ്റ്റലില് ചാടുന്നു, ഇൻസിഡന്റ് ചെയ്യുന്നു, അവിടുന്ന് എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്ത് പിന്നെ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ഉണ്ടാകുന്നു. അതിനുള്ള ഇക്വേഷൻ ആണ് n λ = 2d sin θ. അത് എക്സ്റേസ് ആണ്, റേഡിയേഷൻ ആണ്. ഇവിടെ ഇലക്ട്രോൺസ് ആണ്, പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ഇനി ഇവർ ചെയ്ത ഈ എക്സ്പെരിമെന്റിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ വേരിയേഷൻ എങ്ങനെയായിരുന്നു? ഇവിടെ ഒരു പർട്ടിക്കുലർ ഗ്രാഫ് മാത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. ഇവിടെ ഇൻസിഡന്റ് ഇലക്ട്രോണിന്റെ എനർജി 54 ഇലക്ട്രോൺ വോൾട്ട് ആയിരുന്നു. അതുപോലെ ഇവിടെ ഇൻസിഡന്റ് ഇലക്ട്രോൺസിന്റെ എണ്ണം. ഇനി ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഓക്കെ, ഇവിടെ ഒരു എന്താ പറയാ, ഒരു മുനമ്പ് അല്ലെങ്കിൽ ഒരു പീക്ക് ഉണ്ട് അല്ലെ? ഇവിടെ ഒരു പീക്ക് ഉണ്ട്. ദിസ് വാസ് കറസ്പോണ്ടിങ് ടു ദ ഇലക്ട്രോൺ എനർജി 54 ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് കറസ്പോണ്ടിങ് ടു എ സ്കാറ്ററിംഗ് ആംഗിൾ 65 ഡിഗ്രി. 65 ഡിഗ്രി സ്കാറ്ററിംഗ് ആംഗിൾ ആയിരുന്നു. അവിടെ ഇലക്ട്രോണിന്റെ എനർജി എത്രയായിരുന്നു? 54 ഇലക്ട്രോൺ വോൾട്ട് ആയിരുന്നു അല്ലെ? ഇങ്ങനെ ഒബ്സർവ് ചെയ്തു. സാധാരണ ഇങ്ങനെ ഒരു പീക്ക് ഇവിടെ ഉണ്ടാവാറില്ല അല്ലെ? ഇങ്ങനെ ഒരു പ്രത്യേകം അല്ലെങ്കിൽ ഒരു സർക്കുലർ ഷേപ്പാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ഇവിടെ ഒരു എന്തുണ്ടായി, ഒരു പീക്ക് ഒബ്സർവ് ചെയ്തു. ഈ ഒരു ഒബ്സർവേഷനിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരുന്നത്. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കേസ് നിക്കൽ ആയിക്കോട്ടെ, ഏതെങ്കിലും മെറ്റൽ ആയിക്കോട്ടെ, അതിന്റെ ഈ ഒരു പർട്ടിക്കുലർ പിന്നെ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഫോർമുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ? ഇതാണ് ആ ഡിറ്റക്ടറിന്റെ സെറ്റപ്പ്. അതുപോലെ ഇതാണ് ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇനി ഈ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ കാൽക്കുലേഷൻസ് നടത്തി നോക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ഇക്വേഷൻ എന്താണ്? n λ = 2d sin θ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡിഫ്രാക്ഷൻ ആണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ n = 1 എന്ന് വരും. ഓക്കെ, ഇനി ഈ നിക്കൽ ആറ്റംസിന് d = 0.091 നാനോമീറ്റർ ആണ്. നിക്കൽ സർഫസ് ആണെന്ന് അതിന് അതിന്റെ ലേയേഴ്സ് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 0.091 നാനോമീറ്റർ ആണ്. ഓക്കെ, അതുപോലെ ഇവിടെ നമ്മൾ ഈ പർട്ടിക്കുലർ കേസിൽ നമ്മൾ ഉപയോഗിച്ച എനർജി എത്രയായിരുന്നു? ഇലക്ട്രോണിന്റെ എനർജി 54 ഇലക്ട്രോൺ വോൾട്ട്. അതുപോലെ നമ്മൾ ഉപയോഗിച്ച അവിടെ ആംഗിൾ തീറ്റ എത്രയായിരുന്നു? 65 ഡിഗ്രി അല്ലെ? ഇനി അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. n1 d 0.091 നാനോമീറ്റർ, തീറ്റ = 65 ഡിഗ്രി അല്ലെ? ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ വാല്യൂസ് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് കിട്ടും λ = 2 × 0.091 നാനോമീറ്റർ × sin 65 ഡിഗ്രി അല്ലെ? ഇത് സോൾവ് ചെയ്താൽ അതിന്റെ ആൻസർ 0.165 നാനോമീറ്റർ ആണ്. ഓക്കെ, അത് ഒബ്സർവ് ചെയ്തത് 0.165 നാനോമീറ്റർ ആണ്. ഇതെങ്ങനെയാണ് ചെയ്തത്? ഇലക്ട്രോൺസിനെ പക്ക വേവ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. ആ വേവ്സിന്റെ ലെവലിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് ബ്രാഗ് ഇക്വേഷൻ വെച്ചിട്ടാണ് അയാൾ സോൾവ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡിഫ്രാക്ഷൻ പാറ്റേൺ, ഡിന്റെ വാല്യൂ അതുപോലെ തീറ്റയുടെ വാല്യൂ, സ്കാറ്ററിംഗ് ആംഗിൾ അതുപോലെ അത് വെച്ചിട്ട് നമ്മൾ ലാംഡ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 0.165 നാനോമീറ്റർ കിട്ടി. ഓക്കെ, ഇതാണ് ബ്രാഗ്സ് ഫോർമുലേഷൻ. ഡേവിസൺ ജെർമർ തന്നെയാണ് ചെയ്തത്, ഡേവിസൺ ആൻഡ് ജെർമർ തന്നെയാണ് ചെയ്തത്. പക്ഷെ ഇത് ബ്രാഗിന്റെ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്തായിരുന്നു. ഇതെന്താ നമ്മൾ കണ്ടേ? വേവ് ലെങ്ത് അല്ലെ? വേവ് ലെങ്ത് കാണാൻ ഡി ബ്രോഗ്ലി ഒരു പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട്. എന്താണ്? λ = h/p അല്ലെ? അത് വെച്ചിട്ട് ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ആ രണ്ട് വേവ് ലെങ്ത്തും സെയിം ആയാൽ ഇത് സക്സസ് ആയി. ഓക്കെ, അപ്പൊ ഇനി അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്കറിയാം ഡി ബ്രോഗ്ലി ഇക്വേഷൻ എന്തായിരുന്നു? λ = h/p അല്ലെ? ഇനി ഇവിടെ ഈ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി അല്ലേ? ഇൻസിഡന്റ് ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി തന്നാൽ എങ്ങനെ കാണാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേവ് ലെങ്ത് കൈനറ്റിക് എനർജി തന്നാൽ എങ്ങനെ കാണാം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? കൈനറ്റിക് എനർജി ഗിവൺ, അതുപോലെ വെലോസിറ്റി ഗിവൺ, അങ്ങനെ രണ്ട് കേസ് ഉണ്ട് അല്ലെ? അതിനകത്ത് ഇവിടെ തന്നിട്ടുള്ള എന്താണ്? കൈനറ്റിക് എനർജിയാണ്. അപ്പൊ കൈനറ്റിക് എനർജി തന്നാൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? റെസ്റ്റ് മാസ് എനർജിയും അതുപോലെ കൈനറ്റിക് എനർജിയും തമ്മിൽ കമ്പയർ ചെയ്യണം അല്ലെ? ഇലക്ട്രോണിന്റെ റെസ്റ്റ് മാസ് എനർജി എത്രയാണ്? E0 = 0.511 MeV ആണ് അല്ലെ? ഇലക്ട്രോണിന്റെ റെസ്റ്റ് മാസ് എനർജി
V0 equal to 0.511 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇത് 54 ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലെ. ഇത് മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. മെഗാ എന്ന് പറയുമ്പോൾ 10⁻⁶ ഉണ്ടാവും. അതുകൊണ്ട് റെസ്റ്റ് മാസ് എനർജി വളരെ കൂടുതലാണ്. റെസ്റ്റ് മാസ് എനർജി ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ദി കൈനറ്റിക് എനർജി അല്ലെ. ഈ എനർജി നമുക്ക് കൈനറ്റിക് എനർജി ആയിട്ട് വരിക അല്ലെ, വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൈനറ്റിക് എനർജി വളരെ ചെറുതാണ്. അപ്പൊ എന്താണ് കേസ്? നോൺ റിലേറ്റിവിസ്റ്റിക് ആണ്. നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൽ കൈനറ്റിക് എനർജി തന്നിട്ടില്ലെങ്കിൽ ഫോർമുല എന്തായിരുന്നു? ലാംഡ ഈക്വൽ ടു h/√2mk. ഓർക്കുണ്ടോ? ഇതല്ലേ ഫോർമുല? ലാംഡ ഈക്വൽ ടു h/√2mk അല്ലേ? ഇതറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് അവിടെ പോയി നോക്കുക എങ്ങനെയാണുള്ളത്. ഓക്കെ, അപ്പൊ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലാംഡ ഈക്വൽ ടു h 6.626 into 10⁻⁻34 divided by √2 into m പറയുന്നത് 9.1 into 10⁻⁻31 കിലോഗ്രാം ഇൻറ്റു ഇത് 54 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ. 54 ഇത് റൂട്ടിനകത്ത് തന്നെയാണ്. ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ട് അല്ലേ. 1.6 into 10⁻⁻19 ഈ ക്വാണ്ടിറ്റി മുഴുവൻ റൂട്ടിനകത്താണ്. ഇത് ചെയ്തപ്പോൾ അവർക്ക് 0.166 നാനോമീറ്റർ കിട്ടി. യുറേക്ക, we have received the Nobel Prize. അപ്പോ ലാംഡ ഈക്വൽ ടു ഒന്നാമത്തെ കേസിൽ ബ്രാക്സ് ഇക്വേഷൻ വെച്ച് ചെയ്തപ്പോൾ കിട്ടിയത് 0.165 നാനോമീറ്റർ ആയിരുന്നു. ഇവിടെ ലാംഡ ഈക്വൽ ടു h/p ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് വെച്ച് ചെയ്തപ്പോൾ കിട്ടിയത് എന്തായിരുന്നു? ലാംഡ ഈക്വൽ ടു 0.166 നാനോമീറ്റർ. രണ്ടും തമ്മിൽ കാര്യമായ മാറ്റം ഇല്ല അല്ലേ. അപ്പോ ഒന്നൊരു വേവ് അപ്രോച്ചും ഒന്നൊരു പാർട്ടിക്കിൾ അപ്രോച്ചും വെച്ചിട്ട് അവര് ചെയ്തു. രണ്ടിലും സെയിം റിസൾട്ട് കിട്ടി. അങ്ങനെ അവര് ഇലക്ട്രോണിന്റെ വേവ് നേച്ചർ അവിടെ കൺഫേം ചെയ്തു. ക്ലിയർ ആയോ? ഇലക്ട്രോണിന്റെ വേവ് നേച്ചർ അവിടെ കൺഫേം ചെയ്തു. ഇത്രയും പോരെ കൺഫേം ചെയ്യാൻ. അപ്പോ അവിടെ ഇനി ഡൈഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എൻക്രൗച്ച്മെന്റ് ഓഫ് ലൈറ്റ് ഇൻ ടു ദി ജോമെട്രിക്കൽ ഷാഡോ എന്ന് പഠിച്ചിട്ടില്ലേ അല്ലെ. അതെങ്ങനെയാ നമ്മൾ പഠിച്ചേ? ഒരു സൂചി വെച്ചിട്ടുണ്ട് കരുതുക. ഒരു സൂചി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മള് എന്തെങ്കിലും ലൈറ്റ് കൊടുത്തു കരുതുക അല്ലെ. നമ്മൾ പഠിച്ച എക്സാമ്പിൾ ഞാൻ പറഞ്ഞേ. അതിലേക്ക് ലൈറ്റ് കൊടുക്കുക. അങ്ങനെ ലൈറ്റ് കൊടുത്താല് അവിടെ ഉണ്ടാകുന്ന ഷാഡോവിന്റെ അകത്ത് എന്തുന്നുണ്ട്? ലൈറ്റ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഇന്റൻസിറ്റി എന്താ പറയാ, റെഗുലർ അല്ല, വേരിയേഷൻ ഉണ്ട്. അങ്ങനെയാണ് ഡിഫ്രാക്ഷൻ പറഞ്ഞത്. എന്താ ഡിഫ്രാക്ഷൻ ഡെഫിനിഷൻ എന്താണ്? എൻക്രൗച്ച്മെന്റ് ഓഫ് ലൈറ്റ് അറൌണ്ട് ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ എൻക്രൗച്ച്മെന്റ് ഓഫ് ലൈറ്റ് ഇൻ ടു ജോമെട്രിക്കൽ ഷാഡോ. എൻക്രൗച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നുഴഞ്ഞു കയറ്റം എന്ന് പറയാം. ലൈറ്റ് പിന്നെ ജോമെട്രിക്കൽ ഷാഡോയിലേക്ക് നുഴഞ്ഞു കയറുക അല്ലെ. ഇങ്ങനെ ഒരു സൂചി വെച്ച് കരുതുക. ഇവിടെ ഒരു നീഴലുണ്ടായി അല്ലെ. ആ നീഴലിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് കയറി പോവാ അല്ലെ. അങ്ങനെ വരാൻ പാടില്ലല്ലോ, കാരണം ഇവരുടെ മെറ്റീരിയൽ ഇതിനെ കവർ ചെയ്യണ്ടേ. അപ്പൊ അവിടെ ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ബൈപ്പാസ് ചെയ്ത് പോവാണ് അല്ലെ. അങ്ങനെ പോവാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഒപ്റ്റിക്സൽ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ലൈറ്റിന്റെ പ്രോപ്പർട്ടിയാണ്. അല്ലെങ്കിൽ എക്സ്റേ പോലത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വെച്ച് ചെയ്തിരുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇവിടെ അത് എന്ത് വെച്ചിട്ടാണ് ചെയ്തേ? ഇലക്ട്രോൺസിനെ വെച്ചിട്ട് അവിടെ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ഉണ്ടാക്കി. ഇനി ഇതൊക്കെ ചെയ്തിട്ട് എന്താ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിനുശേഷമാണ് നമ്മൾ ഒക്കെ കേട്ടിട്ടുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു പിന്നെ ഡിവൈസ് ഡെവലപ്പ് ചെയ്തെടുത്തത് അല്ലെ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നമ്മൾ സാധാരണ എന്തിനാ ഉപയോഗിക്കുന്നത്? ഒബ്ജക്ട്സിനെ മാഗ്നിഫൈ ചെയ്യാൻ അല്ലെ. ഒബ്ജക്ട് എന്താണോ അതിനെ നമുക്ക് മാഗ്നിഫൈ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അതിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒബ്ജക്റ്റീവും ഐ പീസും അതുപോലെ ഒരു കോൺവെക്സ് ലെൻസും അല്ലെ, പിന്നെ ഒരു മിററും, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? പാർട്ടിക്കിൾസിനെ സൂം ചെയ്ത് കാണാനുള്ള സംവിധാനമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് അല്ലെ. അവിടെ നമുക്ക് കിട്ടുന്ന ഒരു 10x അല്ലെങ്കിൽ 100x ഒക്കെയാണ് നമ്മുടെ അതിന്റെ സൂമിങ് കപ്പാസിറ്റി അല്ലെ. നല്ല റെസൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു 1000x ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ സാധാരണ ഒബ്ജക്ട് കാണുന്നതിലേറെ ഒരു 1000 ടൈംസ് ആയിട്ടൊക്കെ കണ്ടോട്ടെ. അങ്ങനെയാണ് മൈക്രോസ്കോപ്പിന്റെ വർക്കിംഗ് അല്ലെ. അപ്പൊ എന്താണ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ? ലൈറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വെച്ചിട്ട് ഈ പറഞ്ഞ ഒപ്റ്റിക്കൽ ഡിവൈസ് ആയ ലെൻസും മിററും ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒബ്ജക്ട്സിനെ സൂം ചെയ്ത് കാണുന്ന സംവിധാനമാണ് മൈക്രോസ്കോപ്പ്. ഇനി ഇവിടെ പറയുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ലൈറ്റ് അല്ല, പകരം എന്താ ഉപയോഗിക്കുന്നത്? ഇലക്ട്രോൺസ് ആണ് അല്ലെ. ഇലക്ട്രോൺസിന് ഉപയോഗിക്കുമ്പോൾ അവിടെ കുറച്ച് പ്രശ്നമുണ്ട്. ഇപ്പൊ ലൈറ്റിന് നമുക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യാനും അതുപോലെ പിന്നെ ഒരു സ്ഥലത്തേക്ക് കൺവേർജ് ചെയ്യാനും അവിടുന്ന് ഡൈവേർജ് ചെയ്ത് പോകാനും റിഫ്ലക്ട് ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം?
ലെൻസ് ഉപയോഗിക്കാം, മിറർ ഉപയോഗിക്കാം. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിക്കിൾസ് ആണ്. അതിന് നമുക്ക് അതുപോലെ ലെൻസിന്റെ ഉള്ളിൽ കൂടെ അതുപോലെ മിററിന്റെ ഉള്ളിൽ കൂടെ ഒന്നും റിഫ്ലക്ട് ചെയ്യാനും റിഫ്രാക്ട് ചെയ്യാനും ഒന്നും പറ്റൂല അല്ലേ? അപ്പൊ അതിന് അവര് കണ്ടെത്തിയത് എന്തായിരുന്നു? ഈ മാഗ്നറ്റിക് കൺഫൈൻമെന്റ്, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക, അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതുവഴി എന്ത് ചെയ്യുക, ഇതിനെ റേഡിയേഷനെ നമ്മൾ പിന്നെ സൂം ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. മൈക്രോസ്കോപ്പിക് പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് ചോദിച്ചാല്, നമ്മളിവിടെ പിന്നെ എന്താ ഉപയോഗിക്കുക, നമ്മൾ ലൈറ്റ് മെറ്റീരിയൽ വന്നിട്ട് അത് പിന്നെ കൺവേർട്ട് ചെയ്ത് പോകാൻ നമ്മൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കൂലേ, അതുപോലെ ഇവരെന്ത് ചെയ്തു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇലക്ട്രോൺസ് വരുന്നു. ഇലക്ട്രോൺസ് വരുമ്പോൾ ചാർജഡ് പാർട്ടിക്കിൾസ് അല്ലേ? അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെയും ഇലക്ട്രിക് ഫീൽഡിലൂടെ ഒക്കെ പോകുമ്പോൾ അവര് പിന്നെ അവിടുന്ന് ഡീവിയേറ്റ് ചെയ്യൂലേ, ആ ഡീവിയേഷൻ വഴി അവരെന്ത് ചെയ്തു, ഒരു പോയിന്റിലേക്ക് പിന്നെ കൺവേർട്ട് ചെയ്യുക, അതുപോലെ ഡൈവേർട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ മാഗ്നിഫിക്കേഷൻ ഉണ്ടാക്കി. ഭയങ്കര മാറ്റമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 1,00,000 ടൈംസ് ഒക്കെ എന്ത് ചെയ്യും, മാഗ്നിഫൈ ചെയ്യും. നമ്മൾ ചെറിയൊരു മുടിനാര് പോലും അത്രയും വലിയ സൈസിൽ നമുക്ക് കാണാൻ പറ്റും. അത്രയും മാഗ്നിഫിക്കേഷൻ പവറാണ്. 1,00,000 ടൈംസ് ഒക്കെയാണ് എന്ത്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ പവർ. അപ്പൊ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിന്റെ പ്രിൻസിപ്പിൾ ഇത്രയാണ്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ആണ്, ചാർജഡ് പാർട്ടിക്കിൾസ് ആണ്. അതിനെ നമുക്ക് ലെൻസിലൂടെയും അല്ലെങ്കിൽ മിററിലൂടെയും ഒന്നും കൺവേർട്ട് ചെയ്യാനും ഡൈവേർട്ട് ചെയ്യാനും നമ്മൾ കരുതിയ ഡയറക്ഷനിൽ കൊണ്ടുപോകാനൊന്നും പറ്റൂല. അപ്പൊ അതിനെന്താ ഉപയോഗിച്ചത്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. അത് രണ്ടും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, അവരെ ഫോക്കസ് ചെയ്തു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡയഗ്രാം കാര്യങ്ങളൊക്കെ നിങ്ങൾ വരച്ച് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ ഇതാണ് ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റ്. ഈ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ഇലക്ട്രോൺസിനെ വെച്ചിട്ട് മാത്രമല്ല, പിന്നീട് ന്യൂട്രോൺസിനെ വെച്ചിട്ടും അതുപോലെ ഈവൻ ആറ്റംസിനെ വെച്ചിട്ട് പോലും പിന്നീട് നടത്തിയിട്ടുണ്ട് ഡിഫ്രാക്ഷൻ പാറ്റേൺസ്. ഇനി ഇങ്ങനെ ഒരു മൂവിങ് പാർട്ടിക്കിളിന് ഒരു വേവ് നേച്ചർ ഉണ്ടായി കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന കോൺസിക്വൻസ് ഒരുപാടുണ്ട്. ഓക്കെ, അതായത് പാർട്ടിക്കിൾസിനെ, ഈ മൂവിങ് പാർട്ടിക്കിൾസിനെ നമ്മൾ വേവ്സ് ആയി കൺസിഡർ ചെയ്താൽ അത് ഫ്രീ പാർട്ടിക്കിൾ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ അത് ബൗണ്ട് പാർട്ടിക്കിൾ ആയാൽ അതിന് മൂവ് ചെയ്യാൻ ചില സ്ഥലത്ത് കൂടെ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതൊരു പിന്നെ എന്തെങ്കിലും ഒരു വലയത്തിൽ അകപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് ട്രാപ്പ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതിനൊരു ബൗണ്ടറി ഉണ്ട്, അല്ലെങ്കിൽ അതിനെന്തൊരു എന്താ പറയാ റെസ്ട്രിക്ഷൻസ് ഉണ്ട് വരുന്നത്. അങ്ങനെയാണ് വെച്ചാൽ അത്തരം പാർട്ടിക്കിൾസിൽ ഭയങ്കര കോൺസിക്വൻസ് ഉണ്ടാവും. എന്ത്, ഈ വേവ് നേച്ചർ എന്ന് പറഞ്ഞാൽ ട്രാപ്ഡ് ആയി കിടക്കുന്ന, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു, ഇപ്പോൾ എക്സാമ്പിൾ ഒരു ആറ്റം, അതിനകത്ത് ന്യൂക്ലിയസിന്റെ ഒരു ആകർഷണ വലയത്തിൽ കിടക്കുന്ന ഇലക്ട്രോൺ അല്ലേ, അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇറ്റ് കനോട്ട് മൂവ് ഔട്ട് സൈഡ്, ഇറ്റ് കനോട്ട് മൂവ് ഫാർ അവേ അല്ലേ. അതുപോലെ നമ്മളിപ്പോ ഒരു പാർട്ടിക്കിൾ ഈസ് കൺഫൈൻഡ് ഇൻ ടു 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, ഒരു പാർട്ടിക്കിൾ ആ സ്ട്രെയിറ്റ് ലൈനിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ, അതൊരു കൺഫൈൻമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ വെക്കലാണ്. അത്തരത്തിൽ കണ്ടീഷനുള്ള ഓരോ പാർട്ടിക്കിൾസിന്റെ കേസിൽ നമ്മൾ ഈ വേവ് നേച്ചർ അപ്ലൈ ചെയ്താൽ ഇറ്റ് ഹാസ് എനോമസ് എമൗണ്ട് ഓഫ് കോൺസിക്വൻസസ്. അതെന്താന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത് അല്ലേ. അപ്പൊ അത് പഠിക്കാൻ വേണ്ടി നമുക്ക് ഒരു പർട്ടിക്കുലർ കേസ് പറയാം. പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. നമ്മൾ പറഞ്ഞെന്താണ്, എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊടുത്താൽ അവിടെ ഭയങ്കര മാറ്റം ഉണ്ടാവുന്നില്ലേ, അതിന്റെ പിന്നെ മൊത്തം സ്ട്രക്ചറിൽ ഭയങ്കര മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കാണ്, പാർട്ടിക്കിൾ ഈസ് ട്രാപ്ഡ് ഇൻ എ ബോക്സ് ഓഫ് ലെങ്ത് L. ലെങ്ത് ഉള്ള ഒരു ബോക്സിനകത്ത് ഒരു പാർട്ടിക്കിൾ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പാർട്ടിക്കിളിന്റെ, ഈ ബോക്സിന്റെ വാൾസ് ഒക്കെ ഹാർഡാണ്, റിജിഡ് ആണ്. ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്ത് പുറത്തേക്ക് പോകാൻ പറ്റൂല അല്ലെ. ഇങ്ങനെ മൂവ് ചെയ്താൽ എന്ത് ചെയ്യും, അത് അവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങോട്ട് തന്നെ വരും അല്ലെ. ഇതാണ് അതിന്റെ കണ്ടീഷൻ. ദിസ് പാർട്ടിക്കിൾ ഈസ് ഹാവിംഗ് എ മാസ് m അല്ലെ. അപ്പോ എന്താ പറഞ്ഞേ, അവിടെ ഒരു കണ്ടീഷൻ കൊടുത്തു അല്ലെ. ഈ ബോക്സിനകത്ത് ട്രാപ്ഡ് ആണ് ആള്, അയാൾക്ക് അതിന് പുറത്തിറങ്ങാൻ പറ്റൂല. ഓക്കെ, അയാളുടെ മാസ് m ആണ്, അയാൾക്ക് അതിന്റെ കൂടെ മൂവ് ചെയ്യാം, പക്ഷെ ഇതിന്റെ വാൾസ് ഭയങ്കര സ്ട്രോങ് ആണ്, ഹാർഡാണ്, അതുകൊണ്ട് അവിടെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരും അല്ലേ. അങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ, ഇനി ഇവിടെ ഈ പാർട്ടിക്കിൾ വന്ന് വാൾസിൽ ഹിറ്റ് ചെയ്താലും ഈ പാർട്ടിക്കിളിന്റെ എനർജി ഒന്നും ലോസ് ചെയ്യണില്ല. ഇത് ഭയങ്കര ഹെവിയാണ്, അതുകൊണ്ട് ഇങ്ങനെ തട്ടി മുട്ടൊക്കെ ചെയ്താലും അയാളുടെ എനർജി ലോസ് ആവുന്നില്ല. ഇനി ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിൾ ഞാൻ എന്തായി കൺസിഡർ ചെയ്യണം, ഒരു വേവ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, ആ ബോക്സിനകത്തുള്ള ഒരു പാർട്ടിക്കിൾ ഞാനൊരു വേവ് ആയിട്ട് കൺസിഡർ ചെയ്യണം അല്ലെ. അങ്ങനെ കൺസിഡർ ചെയ്താൽ ആ പാർട്ടിക്കിൾ ഇനി എന്താണ്, ഒരു വേവ് ആണ് അല്ലെ. അങ്ങനെ കൺസിഡർ ചെയ്താൽ ദിസ് പാർട്ടിക്കിൾസ് വേവ് വിൽ ബി എ സ്റ്റാൻഡിങ് വേവ് അല്ലെ.
അതായത് നമ്മളിപ്പോ ഇതേ ലെങ്തിലുള്ള ഒരു രണ്ട് സ്റ്റാൻഡ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ അവിടെ ഒരു നൂല് കെട്ടി തരിക. എന്നിട്ട് ആ നൂല് ഇങ്ങനെ പ്ലക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, അവിടെ വേവ്സ് ഉണ്ടാവില്ലേ? അതിനാണ് ശരിക്കും നമ്മൾ സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറയുന്നത് അല്ലെ. ആ വേവ്സ് എങ്ങനെ ഉണ്ടാവുക? ഈ രണ്ട് സ്റ്റാൻഡുകൾക്കിടയിൽ ഉണ്ടാവുക അല്ലെ. രണ്ട് ഫേം ആയിട്ട് രണ്ട് കമ്പ് എന്തെങ്കിലും കുത്തി വെച്ചിട്ട് അവിടെ നമ്മൾ നൂല് വലിച്ചു കെട്ടിട്ട് അത് പ്ലക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നൂലില് വേവ്സ് ഉണ്ടാവില്ലേ? ആ വേവ്സ് നൂലിന്റെ ഇവിടെ മുതൽ ഇവിടെ വരെ ആ വാൾ ടു വാളെ എന്തുണ്ടാവുള്ളൂ? ആ വേവ്സ് ഉണ്ടാവുള്ളൂ. എവിടെ ഉണ്ടാവില്ല? ആ വാളിൽ ഉണ്ടാവില്ല അല്ലെ. വാളിൽ എപ്പോഴും എങ്ങനെയാവും വേവ്? ഇങ്ങനെയാവും അല്ലെ. ഇപ്പൊ ഇവിടുന്ന് ഒരു വേവ് തുടങ്ങിയത് എഴുതാം. ഇങ്ങനെ തുടങ്ങിയാല് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ തുടങ്ങി ഇത് ഇങ്ങനെ അവസാനിക്കുള്ളൂ അല്ലെ. കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ മീൻ ലൈൻ അതല്ലേ. ആ പോയിന്റുകൾ എപ്പോഴും വാളിലായിരിക്കും. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. കണ്ടീഷൻസ് ഫോർ ഒബ്റ്റൈനിങ് സ്റ്റാൻഡിങ് വേവ്സ് ഇൻ എ ബോക്സ് അല്ലെ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അല്ലെ. ബ്ലാക്ക് ബോഡി റേഡിയേഷനകത്ത് നമ്മൾ ആ പാർട്ടിക്കിൾസിന്റെ സ്റ്റാൻഡിങ് വേവ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ബോക്സിനകത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർഡ് സ്ട്രിങ്ങിനകത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാവണമെങ്കിലുള്ള കണ്ടീഷൻ അതാണ്. ദ varying quantity of the wave should be having zero magnitude at the nodes അല്ലെ, at the walls അല്ലെ. ഈ വാളിൽ എന്താവണം? അതിന്റെ നോഡ്സ് ഒക്കെ അറിയണം അല്ലെ. ഇതാണ് ഒരു വേവ്. ഇങ്ങനെയല്ലേ നമ്മളൊരു വേവിനെ കൺസിഡർ ചെയ്യാം അല്ലെ. അപ്പോ ഇതില് 3 നോഡ്സ് ഉണ്ട്. ഒന്ന് ഇതാണ്, ഒന്ന് ഇതാണ്, ഒന്ന് ഇതാണ്. ഈ 3 പോയിന്റുകളെ ഇതിന്റെ വാൾസിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, സ്റ്റാൻഡിങ് വേവ്സ് ആണെങ്കിൽ അല്ലെ. ഇനി അത് സ്റ്റാൻഡിങ് വേവ്സ് പറയാൻ കാരണം എന്താ? ഇതിന് ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും ഒരിക്കലും പുറത്തേക്ക് പോകുന്നില്ല. അപ്പൊ ഇവിടെ മുട്ടിയിട്ട് തിരിച്ചു വരുന്നുണ്ട് അല്ലെ. അങ്ങനെ മുട്ടി തിരിച്ചു വന്നാൽ അതെന്താണ്? ഒരു സ്റ്റാൻഡിങ് വേവ് ആണ്. ഇനി ഇത് നമുക്കൊന്ന് എലാബറേറ്റ് ചെയ്യാം. ഇതൊരു നോഡാണ്. അപ്പൊ കണ്ടീഷൻ എന്താണ് ഫോർ സ്റ്റാൻഡിങ് വേവ്സ്? ദ നോഡ്സ് ഷുഡ് അപ്പിയർ അറ്റ് ദി വാൾ അല്ലെ. വാളില് ഈ വേവ്സ് വന്ന് നിൽക്കുമ്പോ ആ നോഡ് ഇത് ഒന്നെങ്കിൽ ഈ പോയിന്റ് ആണ് വാൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഈ പോയിന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ഷേപ്പ് നോക്കാം അല്ലെ. ഇതിങ്ങനെ ഒന്നുമില്ല അല്ലെ. അതുപോലെ വേറെ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം? ഇങ്ങനെ ഉണ്ടാക്കാം ഉണ്ടായിക്കൂടെ. പിന്നെ ഈ രീതിയിൽ ഉണ്ടാക്കാം അല്ലെ. അപ്പൊ അവിടെ റെസ്ട്രിക്ഷൻ ആയി. നമ്മൾ അന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ അല്ലെ. ദി ലെങ്ത് ഓഫ് ദി ബോക്സ് ഷുഡ് ബി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഹാഫ് വേവ് ലെങ്ത്സ് അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? n ലാംഡ ഈക്വൽ ടു 2l എന്ന് പറയാം അല്ലെ. ക്ലിയർ ആയോ? പറഞ്ഞ മനസ്സിലായോ? ഇതാണ് ഒരു വേവ്. ഇതിന്റെ നോഡ്സ് 1, 2, 3 ഇതാണ്. സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടെങ്കിൽ നോഡ്സ് ഷുഡ് ബി ഓൺ ദ വാൾസ്. ഇവിടെ ഈ പോയിന്റ് ഒക്കെ എപ്പോഴും വാൾസ് ഉണ്ടാവും. ഈ വാൾസിൽ വേവ് എൻഡ് ചെയ്യുമ്പോൾ അതൊരു നോഡ് ആയിരിക്കണം അല്ലെ. അപ്പോ ഇതിന്റെ പകുതി ഞാൻ കൺസിഡർ ചെയ്തു, അത് ഇങ്ങനെ വെച്ചു അല്ലെ. ഇതിന്റെ കേസിൽ എങ്ങനെയാണ്? L ഈക്വൽ ടു 1/2 ലാംഡ അല്ലെ. ഇത് ലാംഡന്റെ പകുതിയല്ലേ അല്ലെ. വേവ് ലെങ്ത് തന്നെ അത്രയല്ലേ. ലാംഡന്റെ പകുതിയാണ് ഇത്. അതുകൊണ്ട് ഇത് ടോട്ടൽ ലെങ്ത്, ബോക്സിന്റെ ലെങ്ത് എന്താണ്? L ആണ് അല്ലെ. അപ്പൊ ഇവിടെ L ഈക്വൽ ടു λ/2. ഇനി ഇതിന്റെ കേസിലോ എങ്ങനെ വരിക? L ഈക്വൽ ടു ലാംഡ അല്ലെ. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ? 2 ടൈംസ് λ/2. അപ്പൊ ഇത് 1 λ/2, ഇത് 2 λ/2. ഇനി ഇത് നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ 1 ആയി, 2 ആയി, 3 ആയി, 3.5 അല്ലെ. അപ്പോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കൊടുക്കാം അല്ലെ. 3.5 എന്ന് പറയുമ്പോ 7 λ/2 അല്ലെ. 7 ടൈംസ് λ/2 അങ്ങനെ വരും അല്ലെ. ഇങ്ങനത്തെ കണ്ടീഷൻ കൊടുത്തു. ഇനി അപ്പൊ നമുക്ക് ഇതിന് ലാംഡ ഈക്വൽ ടു 2l/n എന്ന് കൊടുക്കാം അല്ലെ. എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേവ് ലെങ്ത്തിന് ഒരു റെസ്ട്രിക്ഷൻ കൊടുത്തു അല്ലെ. വേവ് ലെങ്ത് തോന്നിയ പോലെ ആവാൻ പാടില്ല. വേവ് ലെങ്ത്തിന് n-നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വാല്യൂസ് ഉണ്ടാവുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇതിന് ഞാൻ ലാംഡ n എന്ന് വിളിച്ചു. ക്ലിയർ ആയോ? ഈ വേവ് ലെങ്ത് ഞാൻ ലാംഡ n, ഒരു n ഡിപ്പെൻഡൻസ് ഉണ്ടായതുകൊണ്ട് ലാംഡ n ഈക്വൽ ടു 2l/n എന്ന് പറഞ്ഞു അല്ലെ. ഇതിന്റെ ഈ പാർട്ടിക്കിളിന്റെ വേവ് ലെങ്ത് അത് റെസ്ട്രിക്റ്റഡ് ആണ്. എങ്ങനെയാ റെസ്ട്രിക്ഷൻ? ലാംഡ n ഷുഡ് ബി ഈക്വൽ ടു 2l/n അല്ലെ. വേർ n ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. n എന്തായിരിക്കണം? ഇന്റിജേഴ്സ് ആയിരിക്കണം അല്ലെ. ഇനി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇതിന്റെ വേവ് ലെങ്ത് റെസ്ട്രിക്റ്റഡ് ആയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക?
wavelength is related to momentum, lambda equal to h by p അല്ലേ, lambda equal to h by p അല്ലേ, അതുകൊണ്ട് p equal to h by lambda ആണ് അല്ലേ. If the values of wavelengths are restricted, then the values of momentum is also restricted അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താവും, h by lambda എന്ന് പറഞ്ഞാൽ എന്താണ്, 2l by n അല്ലേ, 2l by n എന്നാണ്. ക്ലിയർ ആയോ? If the momentum of the particle is restricted, ഇവിടെ momentum restriction ആയി അല്ലേ. momentum depends on the value of n അല്ലേ. n ന്റെ വാല്യൂ എന്താണോ അതിനനുസരിച്ചാണ് എന്ത്, momentum അല്ലേ. if the value of momentum is restricted, then the value of energy is restricted. energy എന്താ വരിക, p square by 2m അല്ലേ. നേരത്തെ പഠിച്ചല്ലേ, കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ അല്ലേ. ഇതിനുണ്ടാകുന്ന ആകെ എനർജി കൈനറ്റിക് എനർജിയാ. ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് നമ്മൾ പറയുന്നില്ല അല്ലേ. പൊട്ടൻഷ്യൽ എനർജി വരുന്ന കേസ് പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ ഇതിനകത്ത് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പറയുന്നില്ല അല്ലേ. അപ്പൊ എനർജി ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m അല്ലേ. എനർജി ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോ മൊമെന്റത്തിന് n ഡിപെൻഡൻസ് ഉണ്ട്, എനർജിക്കും n ഡിപെൻഡൻസ് ഉണ്ട്. പി സ്ക്വയർ ബൈ 2m അല്ലേ. പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, h സ്ക്വയർ n സ്ക്വയർ ബൈ 4l സ്ക്വയർ ഇൻറ്റു 2m അല്ലേ. h സ്ക്വയർ n സ്ക്വയർ ബൈ 4l സ്ക്വയർ ആണെന്ത്, p സ്ക്വയർ ബൈ 2m ഇൻറ്റു 2m അല്ലേ. അപ്പൊ നമുക്ക് ഈ n ഈക്വൽ ടു എന്ത് കിട്ടും, n സ്ക്വയർ h സ്ക്വയർ ബൈ 8ml സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ ആയോ? എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിളിന് തോന്നിയതുപോലെയുള്ള വേവ് ലെങ്ത് പറ്റൂല, തോന്നിയതുപോലെയുള്ള എനർജി പറ്റൂല, തോന്നിയതുപോലെയുള്ള മൊമെന്റം പറ്റൂല. മീൻസ് അതിന്റെ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും റെസ്ട്രിക്റ്റഡ് ആണ്, ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറയും അല്ലേ. അവിടെയാണ് ക്വാണ്ടം മെക്കാനിക്സ് വരുന്നത് അല്ലേ. അതായത് ഇതിന്റെ വേവ് ലെങ്ത് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് n, ഇറ്റ്സ് മൊമെന്റം ഡിപ്പെൻഡ്സ് ഓൺ ദി വാല്യൂ ഓഫ് n, ഇറ്റ്സ് എനർജി ഡിപ്പെൻഡ്സ് ഓൺ ദി വാല്യൂ ഓഫ് n അല്ലേ. അവിടെ n ന്റെ വാല്യൂസിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, അവിടെ എനർജി ഉണ്ടാവുക. അതിനാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ എന്ന് പറയാം അല്ലേ. ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി, മൊമെന്റം, വേവ് ലെങ്ത് എന്നൊക്കെ പറയാം അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. നമ്മൾ ഒരു പാർട്ടിക്കിളിനെ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. എപ്പോ അത് റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ അല്ലേ, അത് കൺഫൈൻഡ് ആണ്, അതിനൊരു ബൗണ്ടറി ഉണ്ട് അല്ലെങ്കിൽ എന്തൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ കാര്യത്തിലും ഒരു റെസ്ട്രിക്ഷൻസ് വരും. ആ റെസ്ട്രിക്ഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാർട്ടിക്കിളിനെ ഒരു ബോക്സിനകത്ത് ഇട്ടു അല്ലേ. ബോക്സിനകത്ത് മാസ് എം ഉള്ള ഒരു പാർട്ടിക്കിൾ ഇട്ടു. ഇതിന്റെ വാൾസ് ഒക്കെ ഭയങ്കര റിജിഡാണ്. ഈ പാർട്ടിക്കിൾ എങ്ങനെ പോയാലും അതിന്റെ പുറത്ത് കിടക്കൂല, മുട്ടി തിരിച്ചു വരും. അത്തരം ഒരു പാർട്ടിക്കിൾ നമ്മൾ വേവ് ആയിട്ട് കൺസിഡർ ചെയ്താൽ അത് സ്റ്റാൻഡിങ് വേവ്സ് ആവും അല്ലേ. ആ പാർട്ടിക്കിൾ അതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വേവ്സ് എന്താവും, സ്റ്റാൻഡിങ് വേവ്സ് ആവും. എന്താണ് സ്റ്റാൻഡിങ് വേവ്സ്? The nodes of the waves appears on the wall. ഒരു വേവിന്റെ നോട്ട്സ് എപ്പോഴും എവിടെയാണ്, വാളില് അപ്പിയർ ചെയ്യണം അല്ലെ. ഈ പോയിന്റുകളായിരിക്കും എപ്പോഴും വാളിന്റെ എൻഡിങ്ങില് അല്ലെ. കണ്ടോ ഇവിടെ 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 ഇവിടെയൊക്കെ എന്താണ്, പിന്നെ വാളിന്റെ എൻഡിങ് നോട്ട്സ് ആണ്. ആ കണ്ടീഷൻ നമുക്ക് എങ്ങനെ പറയാം, the length of the box should be an integral multiple of lambda by 2, L equal to n lambda by 2. അപ്പൊ lambda equal to എന്ത് കിട്ടും, നമ്മളിവിടെ നേരത്തെ കാൽക്കുലേറ്റ് 2l by n എന്ന് കിട്ടും. ലാംഡ റെസ്ട്രിക്റ്റഡ് ആണ്. ലാംഡ റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ മൊമെന്റം റെസ്ട്രിക്റ്റഡ് ആണ്. മൊമെന്റം റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ എനർജി റെസ്ട്രിക്റ്റഡ് ആണ്. റെസ്ട്രിക്റ്റഡ് എന്നല്ല, എന്താ പറയാ, ആ സിസ്റ്റം തീരുമാനിക്കുന്ന വാല്യൂസേ അതിനുണ്ടാകാൻ പാടുള്ളൂ. പുറത്തു കൂടെ ഒരു ഫ്രീ പാർട്ടിക്കിൾ പോവാണെച്ചാൽ അതിനുള്ള സ്വാതന്ത്ര്യം ഒന്നും ആർക്കില്ല, ഇയാൾക്കില്ല. അതവിടെ എന്താണ്, ഫിക്സഡ് വാല്യൂസ് ആയിട്ട് മാറി അല്ലേ. അപ്പോ ഇതുപോലെ ഈ ബോക്സിനകത്ത് ട്രാപ്ഡ് ആയ പാർട്ടിക്കിളിൽ നിന്നും നമുക്ക് പല കൺക്ലൂഷൻസും കിട്ടി. അതിന്റെ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ വാല്യൂസിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ദിസ് റെസ്ട്രിക്ഷൻസ് അപ്ലൈസ് ഇൻ ജനറൽ ടു എനി പാർട്ടിക്കിൾ വിച്ച് ഈസ് കൺഫൈൻഡ് ഓർ വിച്ച് ഈസ് ബൗണ്ടഡ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അതിനെല്ലാം ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യും. ഏത് പ്രിൻസിപ്പിള്? ഇപ്പൊ നമ്മൾ ആ പാർട്ടിക്കിളിന്റെ ബോക്സ് പറഞ്ഞില്ലേ, അതിന് തോന്നിയ പോലെ വേവ് ലെങ്ത് പറ്റൂല, തോന്നിയ പോലെ മൊമെന്റം പറ്റൂല, എനർജി പറ്റൂല. അതേപോലത്തെ റെസ്ട്രിക്ഷൻസ് കൺഫൈൻ ചെയ്ത അല്ലെങ്കിൽ ബൗണ്ട് ആയിട്ടുള്ള ഓരോ പാർട്ടിക്കിൾസിനും അത് ആപ്ലിക്കബിൾ ആണ്
അല്ലെ. അതിനൊരു ഡിഫൈൻഡ് ബൗണ്ടറി ഒന്നും വേണമെന്നില്ല. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു ഡിഫൈൻഡ് ബൗണ്ടറി ഉണ്ടായിരുന്നു. ആ പാർട്ടിക്കിളിന്റെ ബോക്സിന്റെ കേസിൽ ആ പാർട്ടിക്കിളിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? ആ ബോക്സിന്റെ ഡയമെൻഷൻ കടന്ന് പോകാൻ പാടില്ല, ബോക്സിന്റെ ഉള്ളിൽ ഒതുങ്ങണം എന്നുള്ളതായിരുന്നു. അതിനാണ് കൺഫൈൻമെന്റ്, ഒതുക്കുക എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ ഒരു ഡിഫൈൻഡ് ബൗണ്ടറി വേണമെന്നില്ല. എക്സാമ്പിൾ ഏത് പറയാം? an atom in which an electron is trapped അല്ലെ. ഇലക്ട്രോൺ ഈസ് ട്രാപ്ഡ് ഇൻ ദി പൊട്ടൻഷ്യൽ ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ആകർഷണ വലയത്തിൽ ഇലക്ട്രോൺ ട്രാപ്പായി കിടക്കുകയാണ്. അതിവിടെ ഒരു ലൈനൊന്നുമില്ല, ഈ വരവിട്ട് പോയത് അല്ലെങ്കിൽ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ബോഡി ഒന്നുമില്ല അല്ലെ. ഇത് ഒരു ബോക്സിന്റെ പോലെ ഒരു ബൗണ്ടറി ഇല്ല അല്ലെ. അപ്പോൾ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷനും ഉണ്ടായാൽ മതി അല്ലെ. അങ്ങനത്തെ ഒരു ട്രാപ്പ് ആയാൽ പോലും അതിന്റെ വാല്യൂസിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ ആ ജനറലൈസേഷനിൽ നിന്നും നമുക്ക് ഇങ്ങനെ 3 ജനറലൈസേഷൻ നോക്കാം എന്തൊക്കെയാന്നുള്ളത്. ഒന്ന്, it cannot have a trapped particle cannot have arbitrary energy അല്ലെ. അതിന് തോന്നിയ പോലെയുള്ള എനർജി അതിനുണ്ടാവാൻ പാടില്ല. എനർജി ഹാസ് സം ഫിക്സഡ് വാല്യൂ അസൈൻഡ് ബൈ ദി സിസ്റ്റം. ആ സിസ്റ്റം റെസ്ട്രിക്ട് ചെയ്യുന്ന കുറച്ച് വാല്യൂസിലുള്ള എനർജി മാത്രമേ അതിനുണ്ടാവാൻ പാടുള്ളൂ അല്ലെ. അതൊന്ന്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി മാസ് ഓഫ് ദി ബോഡി ആൻഡ് ദ ബൗണ്ടറി കണ്ടീഷൻ. എന്താണോ ആ കണ്ടീഷൻ അല്ലെങ്കിൽ എന്താണോ ആ കൺഫൈൻമെന്റ്, അതിനെയും അതുപോലെ ആ പാർട്ടിക്കിളിന്റെ മാസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അതിന്റെ എനർജി ഉണ്ടാവുക അല്ലെ. എന്തുകൊണ്ടാണത്? there is restrictions to its wave function അല്ലെ. ആ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, which in turn restrict its values of energy. അതിന് കിട്ടുന്ന എനർജിക്ക് അതുപോലെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഒന്നാമത്തെ കൺക്ലൂഷൻ, തോന്നിയ പോലെ എനർജി പാടില്ല. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്, ഇറ്റ് കനോട്ട് ഹാവ് സീറോ എനർജി അല്ലെ. ആ പാർട്ടിക്കിളിന് സീറോ എനർജി ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും. ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾ, ഇതുപോലെ കൺഫൈൻ ചെയ്ത ഒരു പാർട്ടിക്കിളിന് എന്തുണ്ടാവില്ല? സീറോ എനർജി ഉണ്ടാവില്ല. അത് എന്തുകൊണ്ടാ ഇല്ലാത്ത? നമുക്കറിയാം ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം ഇ ആണ് അല്ലെ. വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം ഇ ആണ്. ഇതിന്റെ വെലോസിറ്റി 0 എന്ന് എഴുതാം. ആ പാർട്ടിക്കിളിന്റെ, ആ കൺഫൈൻ ചെയ്ത പാർട്ടിക്കിളിന്റെ വെലോസിറ്റി 0 എന്ന് എഴുതാം അല്ലെ. ഇഫ് v ഈക്വൽ ടു 0 ലാംഡ ഈക്വൽ ടു എന്താവും? ഇൻഫിനിറ്റി ആവും. ശരിയല്ലേ? v ഈക്വൽ ടു 0 ആണ് 1/∞, അല്ലെങ്കിൽ ഡിവിഷൻ ബൈ 0 വരും. അങ്ങനെ ഡിവിഷൻ ബൈ 0 വരും. അപ്പൊ എന്താവും? ഇൻഫിനിറ്റി ആവും. ലാംഡ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ് അതിന്റെ വേവ് ലെങ്ത് ഇൻഫിനിറ്റി ആണെന്നുള്ളത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. വേവ് ലെങ്ത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ട് അത്തരത്തിൽ കൺഫൈൻ ചെയ്ത ഒരു പാർട്ടിക്കിളിന് ഒരിക്കലും വെലോസിറ്റി എന്താവില്ല? 0 ആവില്ല അല്ലെ. 0 ആവില്ല. വെലോസിറ്റി ഷുഡ് ഹാവ് സം വാല്യൂസ് അല്ലെ. എന്തെങ്കിലും ഒരു ചെറിയ വാല്യൂ എന്തിനുണ്ടാവും? വെലോസിറ്റിക്ക് ഉണ്ടാവും. അപ്പൊ എന്താവും? ലാംഡ 0 ആവില്ല. അതുകൊണ്ട് അതിന്റെ എനർജിയും 0 ആവില്ല. എനർജിയും ലാംഡയും ഒക്കെ റിലേറ്റഡ് ആണ് അല്ലെ. എനർജി ഈക്വൽ ടു, അല്ലെങ്കിൽ എനർജിയും മൊമെന്റും വെലോസിറ്റി ഒക്കെ റിലേറ്റഡ് ആണ് അല്ലെ. എനർജി ഈക്വൽ ടു എച്ച് ന്യൂ, അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ റിലേറ്റ് ചെയ്യാം അല്ലെ. അപ്പോ വെലോസിറ്റി 0 അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾ മോഷനിലാണ്. അങ്ങനെ മോഷനിലുള്ള പാർട്ടിക്കിൾ എപ്പോഴും എന്തുണ്ടാവും? ഒരു എനർജി ഉണ്ടാവും അല്ലെ. എനർജി വിൽ നെവർ ബിക്കംസ് 0 അല്ലെ. ഇതുപോലെ എനർജി 0 ആവാൻ പാടില്ല, അല്ലെങ്കിൽ എനർജി വാല്യൂവിന് ഒരു എക്സ്ക്ലൂഷൻ ആണത്. എനർജി ഷുഡിൻ ബി 0. അതുപോലെ എനർജി ക്യാൻ ഓൺലി ബി സം പെർട്ടിക്കുലർ വാല്യൂസ് അല്ലെ. ആ സിസ്റ്റം അസൈൻ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂ എനർജി മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച കേസിൽ എച്ച് ന്യൂ അല്ലെങ്കിൽ 2h ന്യൂ അല്ലെങ്കിൽ 3h ന്യൂ അതുപോലുള്ള എനർജി മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഇല്ല അല്ലെ. ക്ലാസിക്കൽ മെക്കാനിക്സിൽ എങ്ങനെയാണ്? ഒന്നെങ്കിൽ പാർട്ടിക്കിൾസിന് എനർജി ഉണ്ട് അല്ലെങ്കിൽ ഇല്ല അല്ലെ. എനർജി ഇല്ലെങ്കിൽ അതിന് 0, എനർജി ഉണ്ടെങ്കിൽ തന്നെയാണ് അത് കണ്ടിന്യൂസ് ആണ് അല്ലെ. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജിയാണ്. ഇവിടെ എങ്ങനെയല്ല, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ അല്ല, പകരം എന്താണ്? എ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി അല്ലെ. അപ്പൊ രണ്ടാമത്തെ കൺക്ലൂഷൻ അതാണ് അല്ലെ. cannot have equal to 0. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? since Planck's constant is very small, the quantization is conspicuous at microscopic level അല്ലെ. മൈക്രോസ്കോപ്പിക് ലെവൽ എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കിളിന്റെ മാസ് വളരെ ചെറുതാണ്, അതുപോലെ അതിന്റെ ലെങ്ത്, അത് കൺഫൈൻ ചെയ്തിട്ടുള്ള ആ സ്ഥലം അല്ലെങ്കിൽ ബോക്സ്, അത് വളരെ ചെറുതാണ്. അങ്ങനെ ചെറുതായാൽ മാത്രമേ അത് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അല്ലെ. വ്യക്തത ഉണ്ടാവുള്ളൂ. കോൺസ്പിക്വസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ വ്യക്തത വരിക അല്ലെ. അത് അപ്പോഴേ ഉണ്ടാവുള്ളൂ. നമ്മളെ പോലെയുള്ള മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന് അല്ലെ, ഇപ്പൊ ഒരു ബോള് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കല്ല് അല്ലെ, അതിനെന്തുണ്ടാവില്ല? ഈ ക്വാണ്ടൈസേഷൻ ഫീൽ ചെയ്യൂല അല്ലെ. നമുക്ക് വ്യക്തമാവാൻ, നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അല്ലെ. അത് ഫീൽ ചെയ്യില്ല. അതിന്റെ കാരണം എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വളരെ ചെറുതാണ് അല്ലെ. കഴിഞ്ഞ കുറച്ച് മുമ്പുള്ള എക്സാമിന്റെ ചോദ്യമാണ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെ. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കുറഞ്ഞാൽ എന്ത്, കൂടിയാൽ എന്ത് അല്ലെ.
പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന് ഇത്രയും ചെറിയ വാല്യൂ ആയതുകൊണ്ട് അത് മൈക്രോസ്കോപ്പിക് ലെവലിൽ മാത്രമേ നമുക്കത് ക്ലിയർ ആവുള്ളൂ. എന്ത് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് അല്ലെ. അല്ലാതെ ഇപ്പൊ നമുക്ക് ഇതുപോലെ തോന്നിയ എനർജി പിന്നെ പിന്നെ ഒരു ബോൾ എറിഞ്ഞിട്ടുണ്ട്, അതിന് ഫിക്സഡ് എമൗണ്ട് ഓഫ് എനർജിയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഡിസ്ക്രീറ്റ് ആവും അല്ലെ. അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ കാരണം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വളരെ ചെറുതായതുകൊണ്ടാണ്. ഇനി ഇതൊന്നുകൂടെ വ്യക്തമാകാൻ വേണ്ടിയിട്ട് ഞാൻ 2 പ്രോബ്ലംസ് തരാം. ആ 2 പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.